സുഹൃത്തുക്കളെ, പിന്നെ ഖരീഫിൻ്റെ വരവറിയിച്ചുകൊണ്ട് സലാലയുടെ ആരംഭം. നല്ല അടിപൊളി മഴ. ഖരീഫിൻ്റെ വരവറിയിച്ചുകൊണ്ട് സലാലയിൽ മഴ. കുളകം കൊള്ളിച്ച് നിൽക്കുന്ന തെങ്ങിൻ മരങ്ങൾ കാണാം. മഴച്ചാറ് കൊണ്ട് കുളകമണിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന തെങ്ങിൻ മരങ്ങൾ. കുളിരേരി കിടക്കുന്ന റോഡ്. അതിമനോഹരമായ കാഴ്ച. രാത്രി 2 മണി, പുലർച്ചെ 2 മണി. സലാലയിൽ ഖരീഫിൻ്റെ വരവറിയിച്ചുകൊണ്ട് മഴ വന്നിരിക്കുന്നു. ക്ലിയർ കുറച്ച് കുറവുണ്ടാവും. ഒന്ന് വണ്ടിൻ്റെ ഗ്ലാസ്സിൽ ഫുള്ള് ചെളിയായിരുന്നു. മഴ പെയ്തപ്പോൾ എല്ലാം പരന്നുപോയി. ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. എന്നിരുന്നാലും സംഗതി മനസ്സിലാവും മഴയാണെന്നുള്ളത്. വിൻഡോ ഓപ്പൺ ആവാത്തത് കൊണ്ടാണ്. വിൻഡോ ഓപ്പൺ ആണ്. ഈ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് എടുക്കാമായിരുന്നു. ഇവിടെ പോകണ്ട, മറ്റേ അലങ്കീൻ്റെ അടുത്ത്. അലങ്കീൻ്റെ അടുത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞോളൂ. രാത്രി വരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് തിരിയാണ്. കണ്ടല്ലോ, മഴ കണ്ടല്ലോ. ഇനി ഇതിലും ഗംഭീര മഴ വരാൻ കിടക്കുന്നു. ചൂട് കൊണ്ട് പുകഞ്ഞുകൊണ്ടിരുന്ന കാലാവസ്ഥ പെട്ടെന്ന് തണുപ്പ് കൊണ്ട് പുളകീതമായി, രോമാഞ്ച കഞ്ചുകമായി മാറി. തിരുവിളക്കുകളാൽ അലങ്കൃതമാക്കപ്പെട്ട സലാല പുലർച്ചെ 2 മണിയുടെ കാഴ്ച. മഴ കൂടിയായപ്പോൾ അതിമനോഹരം. എന്താ പറയുക, വിവർണനീയം, വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വർഷത്തിലെ 2-2.5 മാസക്കാലം ഇനി സലാല മഴ നനഞ്ഞുകൊണ്ട് ഒരു മണവാട്ടിപ്പെണ്ണിനെ പോലെ, നാണം കുടുങ്ങിപ്പെണ്ണിനെ പോലെ ആയിത്തീരുന്ന സമയം. ഇരുവശത്തും കാവൽ ഭടന്മാരെ പോലെ നിലകൊള്ളുന്ന തെങ്ങിൻ മരങ്ങൾ. തെങ്ങിൻ മരങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ? എന്തായാലും തെങ്ങ്, കേരവൃക്ഷം, അതായിരിക്കും യോജിക്കുക. കേരവൃക്ഷം. പടയൊരുക്കത്തിന് വരിവരിയായി നിൽക്കുന്ന പടയാളികളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ. സലാലയുടെ അതിമനോഹരമായ കാഴ്ച. അപ്പോൾ ഗൈസ്, ഇന്നത്തേത്. ഇനി നാളെ അടുത്ത വീഡിയോ വേറൊരു ദിക്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഉള്ള ഒരുക്കങ്ങളും അണിയറ കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് നല്ലൊരു വീഡിയോ നാളെ വരും. ക്ലോക്ക് ടവറാണ്. ഇനി ഇതിനൊക്കെ ഒന്ന് അലങ്കൃതമാക്കട്ടെ. ഒരു ആഴ്ചയും കഴിഞ്ഞാൽ ഇതിലൊക്കെ വളരെ നല്ല ഡിസൈൻ ഉണ്ടാകും. അത് ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ റീൽസിലെല്ലാം വളരെ ഫേമസ് ആണ്. അതിൻ്റെ രൂപഭംഗി തന്നെ മാറും. ഇപ്പോൾ ഉള്ള ക്ലോക്ക് ടവറിൻ്റെ സ്തൂപം ഒരു LCD TV പോലെയായി മാറും കേട്ടോ.